ഹലോ ഗൈസ്, അപ്പോൾ ഒരു കറണ്ടില്ലാത്ത ദിവസമായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും അഞ്ജുവും കൂടെ അഞ്ജന ചേച്ചിയുടെ വീട്ടിലോട്ട് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് അഞ്ജന ചേച്ചിയുടെ വീട്. ഇപ്പം വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നടന്നു പോകാൻ നല്ല മടിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ അഞ്ജന ചേച്ചിയും കസിനും കൂടെ കാറിൽ വന്നിട്ടാണ് കൊണ്ടുപോയത്. അവിടെ കറണ്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്ന് 9 മണി തൊട്ട് 5 മണി വരെ കറണ്ട് കട്ടാണ്. അപ്പോഴത്തേക്ക് അവർ രണ്ടുപേരും കൂടെ വന്ന് ഞങ്ങളെ മൂന്നുപേരെയും കൂടെ കാറിൽ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അത് കഴിഞ്ഞപ്പം അവരുടെ വീടൊക്കെ എത്തി. ഞങ്ങൾക്ക് അജിതമ്മാൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ജ്യൂസൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും വന്ന പാടെ അജിതമ്മാൻ്റെ ഞങ്ങൾക്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അദ്രുവിന് കറണ്ട് പോയതുകൊണ്ട് അവൻ അവിടെ വീട്ടിൽ ഉറങ്ങിയില്ലായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അജിതമ്മാൻ്റെ അവനെ ഉറക്കുകയാണ്. അവനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റപ്പം അവൻ്റെ കൂടെ കളിക്കാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ ഇതാന്ന് പറയുന്ന കുഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൂടെ കളിക്കുന്നതും അവരോരോന്ന് കാണിക്കുന്നതും ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതേയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലായിരുന്നു അദ്രുവായിട്ട് കളിക്കുന്നതിന്. അവൾക്കാണെങ്കിൽ അദ്രുവിനെ എന്ത് കാണിക്കണം, കെട്ടിപ്പിടിക്കണം, ഉമ്മ വെക്കണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു ഇവർ രണ്ടുപേരും കൂടെ. അവനെ ഇങ്ങനെ തൊടുകയും എടുക്കുകയും ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്തു. അദ്രു ആണെങ്കിലും അവളുടെ കൂടെ കളിക്കാനായിട്ടൊക്കെ നല്ലപോലെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു വഴക്കും ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ കൂടെ ഇരിക്കുന്ന പോലെ അല്ലേ, ഇങ്ങനെ കുഞ്ഞു പിള്ളേർ തമ്മിലാകുമ്പം അവർക്ക് ഭയങ്കര ഒരു സ്നേഹമാണ്. അത് കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഞാനും അഞ്ജന ചേച്ചിയും അദ്രുവും കൂടെ ചുമ്മാ വഴി കൂടെ നടക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ അദ്രുവിനൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. ഞങ്ങൾ വിഷുവിന് അവൻ്റെ ഡ്രസ്സൊന്നും ഇടിപ്പിച്ച് ഫോട്ടോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവിടെ മേത്താപ്പറമ്പ് കണ്ടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ മേത്താപ്പറമ്പിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വെച്ച് ഞാനും അഞ്ജന ചേച്ചിയുടെ കസിനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അദ്രുവിനെ മുണ്ട് ഷർട്ട് ഇടിപ്പിച്ച് ആദ്യം നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്രു ഭയങ്കര അലമ്പായിരുന്നു. ഒട്ടും ഇരിക്കുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഡ്രസ്സ് ഭയങ്കര ചൂടായിരുന്നെന്ന് തോന്നുന്നു, ആ ഷർട്ടും മുണ്ടുമൊക്കെ. അവനെ ഞങ്ങൾ തലങ്ങും വലങ്ങും ഒക്കെ നോക്കിയിട്ട് അവൻ ഫോട്ടോ ഒന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വേറൊരു ഡ്രസ്സ് ഇടിപ്പിച്ചു. അത് ഇടിപ്പിച്ചിട്ടും ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏറ്റവും അവസാനം കുറച്ച് കിട്ടിയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് അദ്രുവിൻ്റെ ഒരു വീഡിയോ എടുത്താണ് വീട്ടിൽ വന്നൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട്. അപ്പം ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മളിങ്ങനെ എന്തെങ്കിലും കോപ്രായൊക്കെ കാണിച്ച് കഴിയുമ്പോൾ ചിരിക്കും. ഇതൊക്കെയാണ് നമ്മളെടുത്ത ഫോട്ടോസ്. അധികമൊന്നും അങ്ങനെ നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. എന്നാൽ കിട്ടിയത് വെച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ ഞാനിവിടെ കൊടുക്കാം. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് എടുത്ത ഫോട്ടോസൊക്കെ കിട്ടിയതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പം നമ്മൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് നമ്മളെ കണ്ണൻ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്രുവിൻ്റെ ഫോട്ടോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഞാനും അദ്രുവിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നേ, 2 ഫോട്ടോസ്. പക്ഷെ അത് വലിയ കൊള്ളത്തൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ചക്ക ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അവിടെ. പക്ഷെ എനിക്ക് ചക്ക ഇഷ്ടമില്ല. ഞാൻ ചക്ക വേവിച്ച് അങ്ങനെയൊന്നും കഴിക്കത്തില്ല. പിന്നെ കണ്ണൻ വന്നിട്ട് ചക്കയും മീൻകറിയും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ചക്ക വേവിച്ചതും മീൻകറിയും. ഞങ്ങളെ രണ്ടായിട്ടാണ് കൊണ്ടുപോയത്. ആദ്യം അവളെ വീട്ടിൽ കൊണ്ടാക്കി, അമ്പിളീനെ. ബൈക്കിൽ കൊണ്ടുപോകാൻ പാടായതുകൊണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെയും കൊച്ചിനെയും കൂടെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.